നമസ്കാരം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇപ്പോൾ കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ചില രാജ്യങ്ങളൊക്കെ തന്നെ 50 ഡിഗ്രി സെൽഷ്യസോളം ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ തീപിടുത്തവും ഇപ്പോൾ വ്യാപകമായി മാറുകയാണ്. അതേസമയം ബൾഗേറിയയിൽ തീയുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട ഒരു 33-കാരൻ്റെ പേരിൽ തീവ്രവാദ കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒരു നടപ്പാതയ്ക്ക് അരികിലിരുന്ന് ഇയാൾ പുല്ലിന് തീ കൊളുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്. നടപ്പാതയ്ക്ക് അരികിലിരുന്ന് ഇയാൾ പുല്ലിന് തീ കൊളുത്തിയതിനെ തുടർന്ന് ഈ തീ പടർന്ന് കയറി അടുത്തുള്ള ഒരു ബാങ്ക് കെട്ടിടത്തിനും തീ പിടിച്ചിരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇയാളുടെ പേരിൽ ഇപ്പോൾ തീവ്രവാദ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ബൾഗേറിയയിൽ ഇന്നലെ ഒരു ദിവസം മാത്രം 160ഓളം തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ അവരുടെ അശ്രദ്ധ കൊണ്ടാണോ മനഃപൂർവ്വമാണോ എന്നറിയില്ല തീ കൊളുത്തുന്നതായി കാണപ്പെട്ടതിനെ തുടർന്ന് അവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ബൾഗേറിയയിൽ മാത്രമല്ല, അയൽ രാജ്യമായ തുർക്കിയിലും ഇപ്പോൾ വൻതോതിലുള്ള തീപിടുത്തമാണ് നടക്കുന്നത്. തുർക്കിയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കാട്ടുതീയിൽ 14 പേർ മരിച്ചിരുന്നു. 19 ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കി മാത്രമല്ല, സൈപ്രസ്, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ജനങ്ങൾ പലരും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ധാരാളം പണം കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കും ഈ സമയത്ത് അവർ താല്പര്യപ്പെടുന്നത്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിശമന സേനാ പ്രവർത്തകർ പറയുന്നത് കനത്ത കാറ്റും ഇപ്പോൾ ചൂടിനോടൊപ്പമുണ്ട്. ഇത് തീയണയ്ക്കുന്നതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട് എന്നാണ്. പല സ്ഥലങ്ങളിലും ഉണ്ടായ തീപിടുത്തം അണയ്ക്കാൻ 1-2 ദിവസമാണ് എടുത്തത് എന്നും ചില സ്ഥലങ്ങളിൽ തീ ഇനിയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം തന്നെ കാരണമായ അഗ്നിശമന സേന പറയുന്നത് കൊടുങ്കാറ്റ് തന്നെയാണ്. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും വലിയൊരു കാറ്റും ചൂടുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളും ഇപ്പോൾ വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്നുണ്ട്. പെട്ടെന്നാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അത് ആളിപ്പടരുകയും പലരുടെയും വീടും വസ്തുവകളും ഒക്കെ തന്നെ കത്തി നശിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൈപ്രസ്, സ്പെയിൻ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കനത്ത ചൂട് വൻതോതിലുള്ള നാശം വരുത്തുകയാണ്. മാത്രമല്ല, ഈ കനത്ത ചൂട് കാരണം ഇപ്പോൾ പല രാജ്യങ്ങളിലും രോഗങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഉഷ്ണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആളുകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാനും വീട്ടിനകത്ത് കഴിയാനും പറ്റാത്ത അവസ്ഥയാണ് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ തണുപ്പിന് പേര് കേട്ടതാണ് എങ്കിൽ പോലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവ വികാസം ജനങ്ങളെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ തീപിടുത്തങ്ങളും ജനജീവിതം ആകെ തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പലപ്പോഴും തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്താൽ പോലും സമയത്തിന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ എത്തി തീയണയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൾഗേറിയയിൽ ഇന്നലെ ഒരു ദിവസം മാത്രം 160 തീപിടുത്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തീപിടുത്തങ്ങൾ നടക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ അഗ്നിശമന സേനാ പ്രവർത്തകർക്കും ഈ അപകട സ്ഥലങ്ങളിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതും മറ്റൊരു പ്രതിസന്ധിയാണ്. ഏതായാലും ബൾഗേറിയയിൽ തീ കൊളുത്തിയതിന് പിടികൂടിയ ആളുടെ പേരിൽ തീവ്രവാദ കുറ്റത്തിന് കേസെടുത്തത് ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ ഒരു മാതൃകയാക്കാനാണ് സാധ്യതയുള്ളത്. ഇയാളുടെ പശ്ചാത്തലം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ട് ഇയാൾ തീവ്രവാദ സംഘടനയിൽ ബന്ധമുള്ള ആളാണോ അല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും രാജ്യത്തിന് വലിയ തോതിലുള്ള നാശം വരുത്തുന്ന രീതിയിലാണ് ഇയാൾ ഇത്രയും വലിയ ചൂട് സമയത്ത് നിരന്തരമായ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് പുല്ലിന് തീ കൊളുത്തുക, മനഃപൂർവ്വമായി തീപിടുത്തം സൃഷ്ടിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ഇയാളുടെ പേര് ചുമത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടില്ലെങ്കിൽ ഇയാളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. ഇയാൾ തീ കൊളുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും.